നമസ്കാരം, മാക്സ് മീഡിയയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാനൊന്ന് പറയട്ടെ എന്ന പ്രോഗ്രാമിലേക്ക്. അപ്പോൾ ഇന്നും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫണ്ണി ചോദ്യമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അവരോടാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കലോത്സവ നഗരിയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മക്കളെ കാണാൻ പറ്റും, അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും. പല പല വിദ്യാലയത്തിലെ കുട്ടികളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പതിപോലെ ഇന്നും നല്ലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് മക്കളെ ഒന്ന് പരിചയപ്പെടാം. മക്കൾ റെഡിയാണ്? അപ്പോൾ മാക്സ് മീഡിയ ഞാനൊന്ന് പറയട്ടെ എന്ന പ്രോഗ്രാമിൽ ഒരു കില്ലാടിമാരാണ് നിൽക്കുന്നത് കേട്ടോ. ചെറിയ ടീമൊന്നുമല്ല, ഒരു വമ്പ ടീമാണ് ആശാനെ. അപ്പോൾ വലിയൊരു ടീം. എല്ലാവരും ഹായ് പറഞ്ഞേ. വെരി ഗുഡ്. യെസ്. അപ്പോൾ നമുക്ക് ഇവരൊന്ന് ഓടിച്ചൊന്ന് പരിചയപ്പെടാം. ബാക്കി വിശേഷങ്ങളൊക്കെ. ശ്രീരാഗ് സുഖമായിരിക്കുന്നോ? എത്രയിലെത്തിപ്പോ? 9. എങ്ങനെയുണ്ട്? പഠിത്തമൊക്കെ ഗംഭീരാണോ? സൂപ്പർ. എവിടെയാണ് വീട്? എവിടെയാണ്? പഞ്ചമൂട്. പെട്ടെന്ന് മാറിപ്പോയോ? ടെൻഷൻ കൊണ്ട് വീട് മാറിപ്പോയി. ഓക്കെ, സ്ഥലം മാറിപ്പോയി. ഏത് സ്കൂളിലാണ് പഠിക്കണേ? കുണ്ടങ്കോട്. ഓക്കെ, എല്ലാവരും ആ കുണ്ടങ്കോട് ആ സ്കൂളിലാണോ പഠിക്കുന്നത്? ഓക്കെ, മോൻ്റെ പേര് പറ. ആദി വിരഞ്ജൻ. ആദി വിരഞ്ജൻ. ആദി കുട്ടാന്ന് വിളിക്കും എല്ലാവരും. വെരി ഗുഡ്. ഭക്ഷണം കഴിച്ചോ? ആദി കഴിച്ചു. ഓക്കെ. അതുൽ. മോൻ എത്രയിലാണ് പഠിക്കുന്നത്? 9. യെസ്. അതിലെവിടെയാണ് സ്ഥലം? കുണ്ടങ്കോട്. ഓക്കെ, എത്രയിലാണ് പഠിക്കുന്നത്? 9. 9ാം ക്ലാസ്. എല്ലാവരും 9ലാണോ? ഓക്കെ. പേര് പറ. അഭിനന്ദ്. എവിടെയാണ് സ്ഥലം? ചെറിയല്ല. അജിൻ. ചെറിയല്ല. ജോഷി വിജയ്. ഇവനോട് ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ ഇവൻ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം റിഹേഴ്സൽ ചെയ്തു ഇപ്പോൾ? റോഷൻ. എവിടെയാണ് സ്ഥലം? ചെറിയല്ല. കവിത്. പഞ്ചമൂട്. ആഷിഖ് നിലമാവൂട്. ഓക്കെ, ചൂടെടുക്കുന്നില്ലടാ? എനിക്ക് നല്ല ചൂട്. 9ാം ക്ലാസ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ ഒരു പാട്ട് കേൾക്കാം. പറഞ്ഞിരിക്കുന്നത് നാടൻ പാട്ട്. മണിച്ചേട്ടൻ്റെ പാട്ടാണോ പാടാൻ പോണേ? ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ പാട്ടാണ് പാടാൻ പോണേ. ഒരു പാട്ട് കേട്ടിട്ട് ബാക്കി ചോദ്യത്തിലേക്ക് പോകാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിൻ്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. സൂപ്പർ. ഒരു നല്ല കൈ കൊടുത്തേ. റെഡി? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഓക്കെ. എത്ര മണിക്ക് എത്തി ഇവിടെ? ഒരു 9 മണിയായപ്പോ. 9 മണിക്ക് എത്തി. വൈകുന്നേരം വരെ ഇവിടെ തന്നെ? സ്കൂളില്ലേ? പോയില്ല. സാറല്ലേ? ഏതൊക്കെ മത്സരത്തിലുണ്ടായിരുന്നു എല്ലാവരും? പരിചയമുട്ടുകൾ കഴിഞ്ഞു അല്ലേ? ഇന്നലെയാണ് കോൽക്കളി. പരിചയമുട്ടുകൾ കഴിഞ്ഞോ? തേർഡ് ഗ്രേഡ്. സൂപ്പർ, അടിപൊളി, ഗ്രേറ്റ്. എന്തായാലും ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരിക്കാൻ വേണ്ടിട്ട്. 6 ടീമുണ്ട്. എന്തായാലും മത്സരിച്ചല്ലോ, അതിന് ഏറ്റവും വലിയതല്ലേ? അല്ലേടാ? അതെ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് നിൽക്കല്ലേ? റെഡി? അപ്പൊ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ മാക്സ് മീഡിയ നൽകുന്ന ഒരു ഗംഭീര സമ്മാനം ഞാൻ തരാം. ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ചേക്കണേ. ചോദ്യം എന്ന് പറയുന്നത് ഫണ്ണിയാണേ. ഫണ്ണി ചോദ്യം ശ്രദ്ധിച്ചേട്ടോ. ഇതൊരു മലയാള വാക്കാണേ, മലയാളത്തിലുള്ള ഒരു വാക്ക്. ഓക്കെ, ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് മലയാളത്തിലൊരു വാക്കാണ്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. ഈ വാക്കിൽ പശു ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പശു പോയാൽ ഇതിനെ ഒപ്പിന് വേണ്ടി ഉപയോഗിക്കും. അതായത് ഇത് മലയാളത്തിലൊരു വാക്ക്. നമുക്കിതിനെ കഴിക്കാൻ പറ്റും, അതായത് തിന്നാൻ പറ്റും. ഓക്കെ, ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? പൊറോട്ട. ഓക്കെ, ഇത് മലയാളത്തിലൊരു വാക്കാണ്. ഇതിനെ നമുക്ക് കഴിക്കാൻ പറ്റും. ഈ വാക്കിൽ പശു ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പശു എന്നുള്ളതല്ല, അതിൻ്റെ വേറൊരു പേര് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പശു എന്ന് പറയുന്ന വാക്ക് എടുത്ത് കളഞ്ഞാൽ, അല്ലെങ്കിൽ ആ വാക്ക് എടുത്ത് കളഞ്ഞാൽ ഒപ്പിന് വേണ്ടി ഉപയോഗിക്കാം. ഒപ്പ്, സൈൻ, സിഗ്നേച്ചർ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മലയാളത്തിലുള്ള നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണിത്. ഒരു വാക്ക്, കഴിക്കുന്ന സാധനത്തിൻ്റെ പേരിലുള്ള ഒരു വാക്ക്. ഇതിൽ പശു ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ പശുവിനെ എടുത്ത് കളഞ്ഞാൽ ഒപ്പിന് വേണ്ടി, സിഗ്നേച്ചർ, സൈനിന് വേണ്ടി ഉപയോഗിക്കും. എന്താണ് അത്? ഒരു ക്ലൂ തരട്ടാ. എന്നോട് ആദ്യം പരിചയപ്പെടാൻ പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ക്ലൂ ആണെന്നാണ് പറയുന്നത്. ക്ലൂ എന്ന് പറയുന്നത് ചില ഡോക്ടർമാർ പറയും, അത് ചില ഡോക്ടേഴ്സ് പറയും ഇത് കഴിക്കണമെന്ന്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കണമെന്ന് പറയും ഒരു നേരം. പാരാസെറ്റമോൾ. അതിലെവിടെയാടാ പശു? അല്ല, പാലല്ല. കഴിക്കാൻ പറ്റുന്നതാണ്. സോഫ്റ്റ്. കുടിക്കാൻ പറ്റില്ല. ഇല്ല, കുടിക്കാൻ പറ്റത്തില്ല. കഴിക്കാം. പേർത്തമ്പഴം അല്ല. അത് ഒരു ക്ലൂ കൂടെ തരട്ടാ. ഇത് കുടിക്കാൻ പറ്റുന്നതല്ല, തിന്നാൻ. ഇതിൻ്റെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇതിനെ കൊണ്ട് പുട്ടുണ്ടാക്കാം, ഇതിനെ കൊണ്ട് ദോശ ഉണ്ടാക്കാം, ഇതിനെ കൊണ്ട് തേങ്ങ, മാങ്ങ. ആലോചിക്കും. പുട്ടുപൊടിയല്ല, ഏതാണ്ട് കേട്ടു ഉണ്ടാക്കുന്നതാണ്. ഈ പ്രൊഡക്റ്റിനെ, ഈ സാധനത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പാൽപ്പൊടിയല്ല. ഇതൊക്കെ കുടിക്കുന്നതല്ല മോനെ. കഴിക്കാൻ പറ്റും. അതായത് ഒന്നും കേട്ടോ, ഇതൊരു മലയാള വാക്ക്. ഇതിൽ
ആദ്യത്തെ അക്ഷരം പശുവിൻ്റെ മറ്റൊരു പേരാണ്. ഓക്കെ, ആ പേര് അങ്ങ് എടുത്തു കളഞ്ഞാൽ ഗോതമ്പ് 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 കഴിക്കാൻ പറ്റും. ഗോതമ്പ് പൊടി, ഗോതമ്പ് കഴിക്കാൻ പറ്റും. അതിലെവിടെ പശു ഒളിഞ്ഞ് കിടക്കുന്നത്? പശുവിന്റെ വേറൊരു പേരല്ലേ ഗോ 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 തമ്പ്, ഗോ പശു. ഗോ എടുത്തു കളഞ്ഞാൽ തമ്പ് ഒപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഉറപ്പാണ്? ഗോതമ്പ്. റെഡി? ഒരു മാറ്റമില്ല. അതായത് മലയാളത്തിലൊരു വാക്ക് ഇത് കഴിക്കാൻ പറ്റും. ഇതിലൊരു പശു ഒളിഞ്ഞ് കിടക്കുന്നു, പശു മാറിക്കഴിഞ്ഞാൽ ഒപ്പിന് വേണ്ടി ഉപയോഗിക്കാം, സൈനിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. എന്താണെന്നുള്ളതാണ് ചോദ്യം. കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ഗോതമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോതമ്പ് ഒളിഞ്ഞിരിക്കുന്നത് ഗോ പശു, പശുവിനെ എടുത്ത് കളഞ്ഞാൽ തമ്പ് ഒപ്പിന് വേണ്ടി ഉപയോഗിക്കും. ഗോതമ്പ്. റെഡി? 1 2 3. റൈറ്റ് ആൻസർ. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയം എന്ന് പറയുന്നത് സെൻറ്റ് ജോൺസ് SSS കുണ്ടൻകോട് എന്ന് പറയുന്ന സ്ഥലത്തിലെ പ്രിയപ്പെട്ട കുട്ടികളാണ് ഇതിൽ മത്സരിച്ചത്. അപ്പോൾ കലോത്സവ നഗരിയിലെ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവർ മത്സരിക്കുകയും ചെയ്തു. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗോതമ്പ് എന്ന് പറയുന്ന ഉത്തരം പറഞ്ഞെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ പേര് പറ. ശ്രീരാഗ്. ശ്രീരാഗ് പോരല്ലോ. ശ്രീരാഗ് ഒന്ന് ഉഷാറായിട്ട് പറ. ശ്രീരാഗ് പോരല്ലോ. ശ്രീരാഗ് ഒന്നും കൂടി ഉഷാറായിട്ട് പറ. ശ്രീരാഗാണ് അതിന്റെ ശരി ഉത്തരം പറഞ്ഞിരിക്കുക. അപ്പോൾ ശ്രീരാഗിന് ഞങ്ങളുടെ മാക്സ് മീഡിയ നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള സമ്മാനം. നല്ലൊരു കൈ കൊടുത്ത് ഉഷാറായിട്ട്. മാക്സ് മീഡിയ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ, മാക്സ് മീഡിയ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു യാത്രയോടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒരുപാട് പ്രോഗ്രാമുകളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും സമ്മാനങ്ങളും എല്ലാം കൊണ്ടും ഞങ്ങളൊരു പരിപാടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വെറൈറ്റിയാണ്. വെറൈറ്റി പ്രോഗ്രാമുകൾ കാണുക, തീർച്ചയായിട്ടും മാക്സ് മീഡിയ കാണുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ചോദ്യമായിട്ട് ഒരു പുതിയ സ്ഥലത്ത് വെച്ച് പുതിയ പുതിയ മുഖങ്ങളായിട്ട് നമുക്ക് കാണാം. എല്ലാവരും ചാറ്റ് പറഞ്ഞേ. ബൈ.